ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 32. ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എല്ലാവരും പറയാറുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന്. പക്ഷെ ഞാൻ വെയിറ്റ് ലോസ് എന്ന് പറയുന്നതോട് കൂടെ തന്നെ കൂടുതൽ സ്കിന്നിന്റെ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഹെർബാ ലൈഫിലേക്ക് എത്താനുള്ള ഒരു കാരണം ഇതിന്റെ മുന്നേ എന്റെ ബിഫോർ വെയിറ്റ് കൂടിയിട്ട് ആൾക്കാർ എന്നെ കളിയാക്കിയിരുന്നു എന്ന് ചോദിച്ചാൽ കളിയാക്കിയിരുന്നു. ആ സമയത്ത് എനിക്ക് സമയത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ സ്കിന്നിനെ കുറിച്ച് ഒരാൾ പറയുന്ന സമയത്ത് ഞാൻ വളരെയധികം സെൻസിറ്റീവ് ആയിരുന്നു. എന്തെന്ന് വെച്ചാല് അതിന് വേണ്ടിയിട്ട് പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിന് റിസൾട്ട് ഏതുവരെ വെച്ചാല് ഒരു സമയത്ത് ഇനി ചായ കുടിക്കുന്ന സമയത്ത് കറുത്തു പോകുമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളച്ചായ മാത്രമായിട്ട് സ്ഥിരമായിട്ട് 2.5-3 വർഷത്തോളം സ്ഥിരമായിട്ട് കുടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ തെറ്റായ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതശൈലിയും മാറ്റുന്നതോട് കൂടെ നമുക്ക് കൃത്യമായി ന്യൂട്രീഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിഷ്യൻസി കവർ ആവും എന്നുള്ള തിരിച്ചറിവാണ് സത്യത്തിൽ ഹെർബാ ലൈഫിലൂടെ കിട്ടിയത്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും തുടർന്ന് നമ്മളെ കൊളാജൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സ്കിൻ ബൂസ്റ്ററും ആഡ് ചെയ്യുകയും ചെയ്ത സമയത്ത് എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ഏകദേശം 117 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതാണ് 47 കിലോ എക്സസ് വെയിറ്റ്. 1.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ എനിക്ക് ബോണസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂ റിലീഫ് ആവുകയും ചെയ്തു. തുടർന്ന് സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ രസകരമാക്കി ഇഷ്ടപ്പെടുത്തുകയും ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെടുത്താൻ മുന്നേ സമയങ്ങളിൽ ഒരാൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. അവര് ഫോട്ടോയിൽ വരുന്ന മാറി നിൽക്കട, ലാസ്റ്റ് നിൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞിരുന്നു. വീട്ടിൽ തന്നെ എല്ലാവരും വെളുത്തത് കൊണ്ട് ഞാൻ കറുത്ത ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവര് ചൂടാവുന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആലോചിച്ചിരുന്നത് ഇതായിരുന്നു എന്റെ ഈ ബിഫോറിൽ നിന്നാണ് ഈ ആഫ്റ്ററിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായി എന്റെ ജെന്യൂൻ ആയിട്ടുള്ള സ്കിന്ന് ഞാൻ കൊണ്ടുവന്നപ്പോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അവരെക്കാൾ കൂടുതൽ നിറം വെച്ച ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു. അപ്പൊ ഇതിനൊക്കെ എനിക്ക് അവസരം നൽകിയത് ഈ സിസ്റ്റമാണ്, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മൾ ന്യൂട്രീഷൻ കഴിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള നോളജ് കിട്ടുന്ന സമയത്താണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഇത് ഇൻടേക്ക് ചെയ്യാൻ 3-4 വർഷം മുന്നേ ഞാൻ ഇൻടേക്ക് ചെയ്തതാണ്. ഫുഡ് മേടിച്ചു കൊണ്ടുപോയിട്ട് മുംബൈയിൽ പോയിട്ട് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോളജ് ഉണ്ടായിരുന്നത് ഇത് വെയിറ്റ് കുറക്കുന്ന ഒരു ഫുഡ് എന്ന് മാത്രമാണ്. പക്ഷെ ഒരാഴ്ച മുന്നോട്ട് പോയിട്ടുള്ളൂ. ആ ഫുഡ് തന്നെ എടുത്ത് വേറെ ആൾക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതേസമയം ഹെൽത്ത് ഇഷ്യൂ കൂടുകയും ഞാൻ സെൻസിറ്റീവ് എന്റെ സ്കിന്നിനെ കുറിച്ച് സെൻസിറ്റീവ് ആവുകയും ചെയ്യുന്ന സമയത്താണ് സത്യത്തിൽ ഇതിന്റെ നോളജ് എടുക്കാൻ തുടങ്ങിയത്. ട്രെയിനിങ്ങുകൾ കണക്ട് ആയി എന്താണോ കോച്ചുമാർ പറയുന്നത് അത് പൂർണ്ണമായിട്ട് കേൾക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ കാണുന്ന രീതിയിലുള്ള അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതിനെല്ലാം എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കോച്ചുമാർ സിയാദ് ആൻഡ് സലീമ, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമിന് ഞാൻ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് നന്ദി പറയും. താങ്ക് യു വെരി മച്ച് മാഡം. സൂപ്പർ. അനീസിന് നല്ലൊരു ക്ലാപ്പ് ചെയ്തോളൂ. കാരണം അവർക്ക് പറ്റിയുള്ള എക്സ്പീരിയൻസ് ശരിക്കും ഫ്രം ദി ഹാർട്ട് എന്ന് തന്നെ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, താങ്ക് യു അനീസ്.